പാലക്കാട് എത്തിയിരിക്കുകയാണ്. ചുരം കയറാൻ പോവാ. ശരിയാ, കറക്റ്റ് ആ ഒരു പാലക്കാട് സൈഡിലോട്ടുള്ള ആ ലെഫ്റ്റ് സൈഡ് ഒരു കട്ടിങ്ങും മറ്റേ മല പോലത്തെ സംഭവം താഴത്തെ കുഴിയും. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാന്നല്ലേ, ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു വാൾപേപ്പർ ഓണായി വന്നേ. അപ്പോൾ ഞാൻ ആ വാൾപേപ്പറിൽ ലേൺ അബൌട്ട് ദ പിക്ചർ എന്ന് പറഞ്ഞ സൈഡിലൊരു ബട്ടൺ ഇല്ലേ, അത് നോക്കിയപ്പോൾ ഒരു പ്ലേസ് കണ്ടു. അപ്പോൾ തുടങ്ങി നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് മനസ്സിലായപ്പോൾ തുടങ്ങി അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ശ്രീകുട്ടി വിളിച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ, അപ്പോൾ എങ്ങോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ അന്ന് ആ വാൾപേപ്പറിൽ കണ്ട അതേ പ്ലേസ്. അപ്പം ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത്. സോ ദാറ്റ് പ്ലേസ് ഇസ് കോൺവാൾ. കോൺവാൾ UK-ലെ ഒരു സൗത്ത് വെസ്റ്റേൺ ഒരു ടിപ്പാണ്. അവിടെ കുറേ നല്ല സാൻഡ് ബീച്ചസ്, കുറേ ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, ഒരു കൺട്രി സൈഡ് ഏരിയ ആണ്. നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഞാൻ അന്ന് കണ്ട പ്ലേസിൻ്റെ പേര് മിനാക് തിയേറ്റർ എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മിനാക് തിയേറ്ററിൽ പോകണം എന്നുണ്ട്. പിന്നെ ടിൻഡഗൽ കാസിൽ, ടിൻഡഗലാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല, പലരും പലതും പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ടിൻഡഗൽ കാസിൽ പോകണം എന്നുണ്ട്. പിന്നെ എവിടേക്കാണ് പറഞ്ഞത്, അങ്ങനെ കുറേ സ്ഥലം നമ്മുടെ ലിസ്റ്റിലുണ്ട്. ആക്ച്വലി ഇന്ന എടുത്ത് പോകുമെന്ന് പറയാത്തത് ക്ലൈമറ്റ് എങ്ങനെ ഇരിക്കും, പിന്നെ ഇന്ന് തന്നെ മോട്ടോർ വേയിൽ പണിമുടക്കിയതൊക്കെ കാരണം നമ്മൾ വേറെ വഴിയൊക്കെയാണ് എടുത്തത്. അപ്പോൾ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോകുന്നതെല്ലാം ഞാൻ ഒപ്പം എടുത്ത് കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അപ്പം വെൽക്കം ബാക്ക് അഗൈൻ. പിന്നെ കണ്ടോ, ഞാൻ മുടിയൊക്കെ വെട്ടി. ഞാൻ ആക്ച്വലി ഇത്രയും വെട്ടുന്നതാണ് എപ്പോഴും. ഇപ്പോൾ കുറേ നാളായിട്ട് വെട്ടാതെ വെട്ടിയപ്പം ഇത്രയും കൂളസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പം വെൽക്കം ബാക്ക്, എൻജോയ്. വൈബ് പ്ലേറ്റ് കാണിച്ചേ. വൈബ് എന്താ നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത്? ഇടിയപ്പവും ഞങ്ങളെല്ലാവരും നല്ല ഇടിയപ്പവും നല്ല ബീഫ് കറിയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. കാരണം ഡണ്ടല്ലൂർ പോയപ്പോൾ നമുക്ക് പോകുന്ന വഴി നല്ല ഫുഡൊന്നും കിട്ടിയില്ല. പിന്നെ ഫുള്ള് ഈ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതാ കൊണ്ടുവന്നത്. നമ്മളെ ഫുഡ് കൈവച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ഇതൊരു പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ ഒരുപാട് പേര് നമ്മളെ നോക്കുന്നു. കാരണം ഇവിടെ ആരും സർവീസസിലാണ്, ഇവിടെ ആരും കൈവച്ച് കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും നമ്മളെ നോക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ബീഫ് കറിയെ പറ്റി 2 വാക്ക്? അക്ഷയ അവിടുന്ന് പൊളി സൂപ്പർ. ഔട്ട് ഓഫ് ഫോക്കസ് പോകാതെ അതിനൊരു ഉയരം കൂടുതലായതുകൊണ്ട് ഞാൻ എത്ര ഫോൺ അകത്തി വെച്ചിട്ടും കാണുന്നില്ല. ഞാൻ അന്താക്ഷരി കളിക്കാം നമുക്ക്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. എനിക്കിപ്പോ പെട്ടെന്ന് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ തുടങ്ങാം. തുടങ്ങിക്കോ. ഇതെന്താ ഒരു പാട്ട് പാടാൻ അറിയത്തില്ലേ? എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പാടാം, എനിക്കിഷ്ടമാണ്. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തെന്നലീണം പാടിവാ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വെളുത്തപ്പെട്ടേ ഞാനുണ്ടായി തുടിച്ചു തുള്ളും നിൻ മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ടേ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മെനഞ്ഞു തരാം, മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ള കവർന്നു തരാം. ഒരു പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനില കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ദേവി അനുദ
ദാദാ സാഹിബ് വരുന്നേ വഴി മാറിക്കോ. എന്താടാ നാട്ടിലെത്തിയ പോലത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെയാ. നോക്കിക്കേ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന? മിനാക് തിയേറ്റർ അല്ലേ? സത്യം നാട്ടിലെ പോലെ തന്നെ ഒരു പച്ചപ്പും കാര്യങ്ങളും എല്ലാം. ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ മൊത്തം ഇല പോലും ഇല്ലാണ്ട് എല്ലാം കൊഴിഞ്ഞ് മറ്റേ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുന്നതാണ് അതിരമല്ലി മൊത്തം. അതെ, ഒരാളെ കാണുന്നില്ല. ഒറ്റ വണ്ടിക്ക് അത് പറഞ്ഞു തീർന്നില്ല അതിന് വണ്ടി ഒന്നും. സപ്പോസ് അങ്ങനെ ഒരു ഇടവഴി ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയനെ? ഒരാളുടെ റിവേഴ്സ് എടുത്ത് പോകണം. ലാൻഡ് സെന്ററിലേക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. പെൻസാൻസ് അങ്ങോട്ട് ലെഫ്റ്റ്. നമ്മൾ ആദ്യമേ പെൻസാൻസിൽ പോയിട്ട് മിനാക് തിയേറ്റർ അല്ലേ? മിനാക് തിയേറ്റർ അത് പെൻസാൻസിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാൻഡ് സെന്റർ പോകാം. സോ നമ്മൾ മിനാക് തിയേറ്റർ എത്തി. ടിക്കറ്റിന് ഒരാൾക്ക് 10 പൗണ്ടാണ്. ടിക്കറ്റും കൂടി എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ 10 പൗണ്ടിന് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം എപ്പോൾ വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറാം. ക്ഷീണിച്ചു, 5.5 മണിക്കൂർ യാത്ര ചെയ്തപ്പോഴത്തേക്കും വയ്യാണ്ടായി. So when you go in the theatre, it's the first set of buildings you come to. Thank you so much. അല്ലല്ല, അവിടെ സോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ടിക്കറ്റ് നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടും വരാം, നമുക്ക് ഇവിടുന്ന് വന്നിട്ട് ഡയറക്റ്റ് എടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഡയറക്റ്റ് എടുക്കാൻ പോവുകയാണേ. ഇവിടെ ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലും ടിക്കറ്റൊക്കെ കിട്ടും. നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന ഏകദേശം അവിടെ ആയിട്ടാണ്. എന്നാലും കൊള്ളാം, നല്ലൊരു ക്ലൈമറ്റാണ്. ഞങ്ങൾ മഴയാണെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറി അല്ലേ? നമ്മളന്ന് ഡോർ പോയതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴേക്കും മഴയൊക്കെ മാറിയില്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട്? ഇത് കണ്ടോ, കാണാമോ? Visit the Minak Cornwall's iconic theatre under the stars. For the 12 months. No, however, Okay. I can't put things in after the transaction. ഞാൻ രാവിലെ എൻ്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വാൾപേപ്പറായിട്ട് ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്കിവിടെ വരണം എന്ന് തോന്നിയെന്ന്. അത് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോട്ടോഗ്രാഫായിരുന്നു. അതായത് ഇത്രയല്ല, അത് കുറച്ചുകൂടി ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടാണ് ഞാനിവിടെ വരണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോഴാണ് ശ്രീകുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്ന് പറയണത്. സോ എക്സൈറ്റഡ്. That one is just for today. That one is for അതൊന്ന് പറഞ്ഞു, അതിന്റെ സംഭവം 12 monthsനുള്ളിൽ നമുക്ക് വരുവാണെങ്കിൽ ഈ കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇനി കയറാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓൺലൈൻ ഇത് എന്തോ എററാണ്. അതുകൊണ്ട് അവർ ജസ്റ്റ് നോർമൽ ടിക്കറ്റ് തന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇമെയിൽ ചെയ്ത് തരും. അപ്പൊ ഇത് കാണിച്ചാൽ നമുക്ക് 4 പേർക്ക് ആക്ച്വലി 4 പേരായിട്ട് വരാൻ പറ്റുള്ളൂ. സിംഗിൾ ആയിട്ട് തരത്തില്ലേ? ഇതിപ്പോ 4 പേർക്ക് കയറാം. നീ ഇപ്പൊ 2 പേരും കൊണ്ട് വന്നാലും നീ ഇത് കൊണ്ട് കാണിച്ച് കയറാം. ഓക്കെ, മനസ്സിലായി. എത്ര വേണമെങ്കിലും വരാം. ഹൗ മെനി വിസിറ്റ്സ് അവർ പറയുന്നില്ലല്ലോ, ഇത്ര വിസിറ്റ്സ് എന്ന് പറയുന്നില്ല. ഇല്ല, വിസിറ്റ്സ് പറയുന്നില്ല. അവർ പറയുന്ന 12 മാസത്തെ എപ്പോ വേണമെങ്കിലും വരാം. അത് പുള്ളി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് ജസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി മാത്രമേ. ഇവിടെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. തണുപ്പുണ്ടല്ലേ? ഇച്ചിരി തണുപ്പുണ്ട്. അത് സീ സൈഡിലേക്ക് വന്നോണ്ടായിരിക്കും. അതോ നോക്കിട്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അയ്യോ അയ്യോ, ഇവിടെ ഭയങ്കര മറ്റേ കോപ്പർ സൾഫേറ്റിന്റെ ബ്ലൂ കളർ വെള്ളം.
താഴേക്കൊരു വഴി ഉണ്ടായിരുന്നേ, പക്ഷെ അവിടെ അത്ര സേഫായിട്ട് തോന്നിയില്ല. കാരണം പടവുകളാണ് താഴേക്ക്, ഹാൻഡ് റെയിൽസ് ഒന്നുമില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയില്ല പേടിച്ചിട്ട്. ബീച്ചാണ്, അവിടെ താഴെ വരെ നമുക്ക് വണ്ടിയും കൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് അപ്പുറം ചെന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമുക്ക് വണ്ടിയുമായിട്ട് ബീച്ചിൽ പോകാം. നമ്മളിപ്പോൾ മിനാക് തിയേറ്ററിലേക്ക് കയറാൻ പോവാം ഇതുവഴി. ഭയങ്കര വെറൈറ്റി അല്ലേ? കണ്ടോ, തട്ടായിട്ട് ഒരുപാട് ചെടികൾ വളർത്തിയിരിക്കുക. കൂടുതൽ സക്കുലൻസ് ആണ്. കണ്ടോ, അയ്യോ ഇതെന്തൊരു രസമാണ് കാണാനായിട്ട്. ഡിഫറെൻറ്റ് സക്കുലൻറ്റ് പ്ലാന്റ്സും. ഇതാണ്ടോ, ഞാൻ ലാവൻഡർ കാണിച്ചു തന്നില്ല എൻ്റെ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ. ഇതാണ് ലാവൻഡർ. ശരിക്കും ഇത് ചീഞ്ഞു പോയി, ഇതിൻ്റെ ലുക്കൊക്കെ പോയി ലാവൻഡറിൻ്റെ. ലാവൻഡർ പൂവിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഫ്രഷാണ്. അലോവേര നോക്ക്. അല്ല, അലോവേരയ്ക്ക് ഒരു ഡിഫറെന്റ് ഒരു ആനിമലിനെ പോലെ ഇല്ലേ? സീ ആനിമലിനെ പോലെ ഉണ്ടല്ലേ? അലോ ഹൈബ്രിഡ് ആണെന്ന്. അതിലൊരു ഒച്ചിരിക്കുന്നു. എന്റെ കയ്യോ അതുമായിട്ട് നോക്കിക്കേ, എന്റെ കൈ ഇത്രയേ ഉള്ളൂ. ഇഷ്ടം പോലെ പ്ലാന്റ് സ്പീഷീസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ഓഫ് ഫ്ലോറ. നമ്മളിന്ന് കാണുന്ന ഈ മിനാക് തിയേറ്റർ ഒരാളുടെ പ്രൈവറ്റ് ഗാർഡനാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1900 കാലഘട്ടങ്ങളിൽ റുവീന കേഡ് എന്ന് പറഞ്ഞൊരു ലേഡി അവരുടെ അമ്മയുമായിട്ട് പോത്കർണു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റോക്കി ഹെഡ്ലാൻഡ് വാങ്ങി. അതിനോടൊപ്പം ഒരു 100 പൗണ്ട്സ് വർത്ത് ആയിട്ടുള്ള ഒരു ഹൗസും. അങ്ങനെ അവർ 1930 കാലഘട്ടങ്ങളിലൊക്കെ തിയേറ്റർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ ഇൻവോൾവ് ചെയ്ത് നടക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് തിയേറ്ററിനോടുള്ള പാഷൻ കാരണം അവരോർത്തു അവരുടെ ഗാർഡൻ ഒന്ന് തിയേറ്ററാക്കി മോഡിഫൈ ചെയ്യാമെന്ന്. അങ്ങനെ അവരുടെ 2 ഗാർഡനേഴ്സ് ഉണ്ടായിരുന്നു, ബില്ലി റോളിങ്സും ചാൾസ് ആംഗോവും. അങ്ങനെ അവരുടെ 2 ഗാർഡനേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി റുവീന കേഡ് ഉണ്ടാക്കിയ അവരുടെ ഗാർഡനിലെ തിയേറ്ററാണ് നമ്മൾ ഇന്ന് കാണുന്ന മിനാക് തിയേറ്റർ. റോക്കി പ്ലേസ് ആയതുകൊണ്ട് തന്നെ റോക്കി പ്ലേസ് എന്ന മീനിങ് വരുന്ന മിനാക് എന്നാണ് അവർ ഈ തിയേറ്ററിന് പേരിട്ടത്. 1932 കാലഘട്ടങ്ങളിൽ വില്യം ഷേക്സ്പിയറിൻ്റെ ദ ടെംപെസ്റ്റ് ഒക്കെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നീട് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇതൊരു ലുക്കൗട്ട് പോസ്റ്റായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ടും അത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ധാരാളം പ്ലാന്റ്സും എല്ലാം വെച്ച് പിടിപ്പിച്ച് വിൻ്ററിലും സമ്മറിലും ഒക്കെ തിയേറ്റേഴ്സ് നടക്കുന്ന ഒരു ബ്യൂട്ടിഫുള്ളി വെൽ മെയിൻറ്റെയിൻഡ് തിയേറ്ററായിട്ട് അത് ഇന്ന് നിൽക്കുന്നു. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്പെക്ടക്കുലർ തിയേറ്റേഴ്സായിട്ട് നമ്മുടെ ഈ മിനാക് തിയേറ്ററിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മിനാക് തിയേറ്ററിൽ വന്നപ്പം അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്കോണും ജാമും ക്രീമും മേടിക്കാൻ കിട്ടുമേ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ കോർണിഷ് ക്രീമും സ്കോൺസ് എന്ന് പറയുന്നത്. നമ്മളത് മേടിച്ചു. എന്നിട്ട് നമ്മൾ ടേക്ക് അവേ എടുത്തത്, കാരണം നമുക്ക് സമയമില്ല. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു ഹാൻഡ് മെയ്ഡ് വുഡൻ നൈഫ് ഉണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു, അതായിരിക്കും ഇത്. എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രോബെറി ജാമും പിന്നെ അവരൊരു കോർണിഷ് ജാം വേറെ തന്നായിരുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ വീട്ടിൽ ഇതിങ്ങനെ ആദ്യം നമ്മൾ നൈഫ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് വണ്ടിക്കകത്തൊക്കെ ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ തുറന്ന്, ഇതെല്ലാം ആദ്യം കട്ട് ചെയ്ത് വെക്കണമായിരുന്നു, പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല. ഇതാണ് കോർണിഷ് ക്രീം, ഇതാണ് സ്ട്രോബെറി ജാം, പിന്നെ ഇത് നമ്മുടെ സ്കോൺസ്. ഇത് നമ്മൾ തേക്കും ഇങ്ങനെ. സോ ഇതാദ്യം നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് തേക്കണം.
ഫുള്ള് തേക്കണം. എന്നിട്ട് അടുത്തതിൽ നമ്മൾ കോർണിഷ് ക്രീം തേക്കും. ഇങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. ഇതിപ്പോൾ ഒരു അലമ്പായിട്ടുണ്ട് ഞാൻ തേച്ച് വന്നപ്പം. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഒരു കൊതി, അതുകൊണ്ട് ഞാൻ കൊതിയോടെ കഴിക്കുക. എന്നിട്ട് നമ്മൾ ചിരിക്കണ്ടാരും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് കഴിയട്ടെ. കൊതി വരും. ബ്രെഡും മിൽക്ക് മെയ്ഡും ജാമും കൂടി ബട്ടറിൽ മുക്കി പൊരിച്ച എന്നാ ടേസ്റ്റ്, അതാ ടേസ്റ്റ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിൽ ഇതിന് ബടാപ്പ എന്ന് പറയും. വെൽക്കം ടു ലാൻഡ്സെൻറ്റ്. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് പാർക്ക് എന്തോ ആണ്. നമ്മൾ ആദ്യമായിട്ട് വരുമല്ലേ, നമുക്കൊന്ന് നടന്ന് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ UK എയർ ആംബുലൻസ് ഭയങ്കര പോപ്പുലറാണ്. എല്ലാ സ്ഥലത്തും ഒട്ടുമിക്ക എല്ലാ വലിയ ഹോസ്പിറ്റൽസിനും എയർ ആംബുലൻസസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ ഡോക്ടറെ കൊണ്ടുവന്ന് പേഷ്യൻറ്റിനെ എടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ കോവൻട്രിയിൽ താമസിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് എയർ ആംബുലൻസ് വന്നത് ഞാൻ ഓർക്കുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറ കാണുന്ന പോലെ ഇല്ലേ, അതിൻ്റെ സൈഡിൽ ഒരു മല നിറയെ ഒരു ചീര കളറ്. എന്നാന്ന് നോക്കിയപ്പോൾ എന്നാന്നറിയോ, കുറേ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതോ, മല ഇങ്ങനെ ഫുള്ള് ഇതായിട്ട് അല്ലേ, ആ മല ഫുള്ളായാലും. ഇതാണെന്ന് തോന്നുന്നു ലാൻഡ്സെൻറ്റ് സൈൻ പോസ്റ്റ്. This is the first and last post box in England, but is currently out of use. Please use the Royal Mail post box near the. So, ഇതാണ് ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോസ്റ്റ് ബോക്സ്. ഇപ്പം റോയൽ മെയിൽ വഴിയല്ലേ എല്ലാം. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പോസ്റ്റ് പോലെ ഇവിടെ റോയൽ മെയിലാണ്. അപ്പോൾ റോയൽ മെയിൽ വഴിയാണ് എല്ലാം. ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോസ്റ്റ് ബോക്സ് എന്ന്. മേ ബി കടത്തുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അതായിരിക്കും ഇതിൻ്റെ തൊട്ടടുത്ത് വന്നത്. പണ്ട് അങ്ങനെ ആയിരിക്കും. കാരണം ഒരു ലൈറ്റ് ഹൗസ് കണ്ടില്ലേ, കടലിന് അടുക്കല്ലേ. ഇത്രേ ഉള്ളൂ കോൺവാൾ. കോൺവാൾ ഒരു കുഞ്ഞ് ഏരിയയാണ്. കോൺവാളിൽ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. പക്ഷെ കോൺവാൾ എന്ന് പറയുന്നത് UK ഒരു മുനമ്പാണ്. അതായത് ആ ലാൻഡിൻ്റെ എൻഡാണ്. അങ്ങനെയാവണം ലാൻഡ്സെൻറ്റ് എന്ന് പേര് വന്നത്. ഓ, നമ്മളോട് ഒന്ന് ശ്രീകുട്ടി അക്ഷയല്ലേ ഇത്. കൂട്ടാണ്ട് നേരത്തെ ഇവിടെ വന്നു. ഞങ്ങൾ ഇത് അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇത് എവിടെയായിരുന്നു ഇത്. പുള്ളി അത് പുതിയ ലെറ്റേഴ്സ് ഇടുക കേട്ടോ. എടാ, അത് അവരുടെ മെസ്സേജ് കണ്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, 2 പേരുടെ പേര് എഴുതണമെങ്കിൽ അപ്പാപ്പനും കൊച്ചുമോനും വന്നു. മീനു കമ്പ്യൂട്ടർ ഡേയ്സ് പോലെന്നൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് പുള്ളി വിട്ടു. നമ്മൾ സത്യം പറഞ്ഞല്ലേ, ഇപ്പോൾ ബസ്സിനൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ റൂം സ്റ്റേ ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. നമ്മളെങ്ങനെ വരും ഇങ്ങോട്ട്? ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഷോപ്പ്?
ആരാണ് അവിടെ സാധനം വാങ്ങിക്കുന്നത്? കൂരിട്ട് ദൈവമേ ഇതൊക്കെ എന്തൊരു കാട് കടുത്ത കാട് വൈബ് വൈബ്. വീണ്ടും ഒരു കാട്ടിലൂടെ. എന്തെങ്കിലും ആണോ? അങ്ങോട്ട് നോക്കിക്ക്. എടാ നമ്മള് വല്ല കൊള്ള സംഗീതത്തിലാണടാ. ഇത് ചാത്താൻ സേവ വല്ലതും ആണോ? പെട്ടോ കുട്ടാ. കണ്ട ലോഗ് ക്യാമ്പിംഗ് കാരവൻ ഇതല്ലേ? ഇവിടെ എൻട്രൻസിൽ തന്നെയാണ് അവരുടെ ഷോപ്പ്. കയറുമ്പോ തന്നെ അവിടെ അടുത്ത് തന്നെ കയറി അതെ വെൽക്കം ഷോപ്പ് കണ്ടോ? ഇതെന്തായാലും രണ്ടാണോ നമ്മുടെ? രണ്ട് 3-4 ഉണ്ട്, കുഴപ്പമില്ല. പോകാം. പോകാം. നോക്കട്ടെ. ഇനിയും അതെ വണ്ണ് ഇതാണ് നോക്കുന്നത്. അതിന്റെ സൈഡിൽ പാർക്ക് ചെയ്യാനാ പറഞ്ഞേ. ഇവിടെ അല്ലടാ ആ 2-ന്റെ. ഇവിടെയാണോ നമ്മള് താമസിക്കുന്നത്? പ്ലാസ്റ്റിക് കസേര വെച്ചേക്കുന്നത്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പണ്ട് എന്റെ അപ്പൂപ്പന് കോഴിക്കട ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ മിക്കവാറും ഈ വീഡിയോ കാണുന്ന എന്റെ നാട്ടിലെ നല്ലൊരു അച്ഛനങ്ങൾ അത് പറയാൻ സാധ്യതയുണ്ട്. വേറെ സ്ഥലത്ത് എങ്ങനെയാ നമുക്ക് മെറ്റൽ പീസ് വെച്ചേക്കുന്നത്. കല്ല് വേണം. ഒരു എടാ ബാക്കി മരമാണ്. പൊങ്ങിയാണോ നിൽക്കുന്നത്? Do not cook before the charcoal has a coating of ash. ചാർക്കോളിനൊരു വെള്ള കളർ വീരാണ്ട്. ഞാൻ ഇച്ചിരി തീയും കായ പേപ്പർ അല്ലേ? കൊള്ളാല്ലേ? അക്ഷയാണ് നമ്മുടെ ബാർബിക്യൂ ചെയ്യാൻ പോകുന്നത്. ബാർബിക്യൂ സ്പെഷ്യലിസ്റ്റ് ആണ് അത്. ആളുടെ സ്പെഷ്യൽ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ നിന്റെ മസാല ആണ് ഇന്നത്തെ? അപ്പൊ ഇന്ന് പഠിപ്പിച്ചു കൊടുത്ത മസാല അക്ഷയ്. അതെ കണ്ടോ ബാർബിക്യൂ ഇന്ന്? Oh my God. ഇങ്ങോട്ട് നോക്കിക്കേ അവളുടെ മുഖത്തോട്ട്. എന്റെ അണ്ണാക്കിലേക്ക് തന്നെ പോകണം. എടാ നീ എന്താണ് എന്റെ മൂന്നേക്ക് പുകയടിച്ച് വിടുന്ന? വൈബ് പിടിക്കും.